ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള PSC എക്സാം ടോപ്പർ. എൻ്റെ പേര് റോബിൻസ് എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള PSC റാങ്ക് നിശ്ചയിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റ്. ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡുവുമാണ്. അടുത്ത ചോദ്യം, INCയുടെ പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ആനി ബസൻ്റ്. ആനി ബസൻ്റാണ് INCയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത. INCയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡാണ്. ആദ്യ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനിയാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അണസംഖ്യയും അണവും ഒരവും ഒരേ തുല്യമായി വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അണസംഖ്യയും അണവും ഒരവും തുല്യമായി വരുന്ന ഹൈഡ്രജനാണ്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ചൈനയിലെ യാങ്സി നദിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണമാണ് മഹാബലിപുരം. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. കാർബൺ 14 ആണ് വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് കാർബൺ ഡേറ്റിംഗ്. 3 തരം റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഏതെല്ലാമാണ്? ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്നിവയാണ് 3 തരം റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽഫ, ബീറ്റ, ഗാമ. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ്. ഹീലിയം ന്യൂക്ലിയസിന് തുല്യമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ. ഹീലിയം ന്യൂക്ലിയസിന് തുല്യമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ വികിരണം. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ വികിരണം. പോസിറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ. നെഗറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ബീറ്റ. നെഗറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ബീറ്റ. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുണ്ടറ. കുണ്ടറയിലാണ് കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വജ്ര സ്വർണ്ണ ഖനികൾക്ക് പേരുകേട്ട വൻകര ആഫ്രിക്കയാണ്. അഭ്ര നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ളത് ചവറയിലാണ്. ചവറയിലാണ് തോറിയമുള്ളത്. സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധൻബാദിലാണ്. സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ്. ഇന്ത്യയിൽ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിൽ കർണാടകയിലാണ് സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ചില്ലുണ്ടാക്കാൻ അനുയോജ്യമായ പഞ്ചാര മണൽ ധാരാളമായി കാണപ്പെടുന്ന പ്രദേശമാണ് ചേർത്തല. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം ഉള്ളത് എവിടെയാണ്? കുണ്ടറയിലാണ്. കുണ്ടറയിലാണ് കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത് പൊടിപടലങ്ങളാണ്. പൊടിപടലങ്ങളാണ് ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത്. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴിയാണ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ജോൺ ഗ്ലെൻ, 77 വയസ്സിൽ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേരാണ് കൽപ്പന 1. കൽപ്പന 1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപകരണമാണ് രോഹിണി 1.
സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ. ആദ്യ കൃത്രിമ ഉപകരണമാണ് സ്പുട്നിക് 1. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്നു കാനിങ് പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്നു കാനിങ് പ്രഭു. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ട്രോംബോയിലാണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. ഇന്ത്യയിൽ ഉപഗ്രഹ വിക്ഷേപണ നിലയമായി ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഫർദർ വീഡിയോസ്. താങ്ക് യു.